Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ഒരു ന്യൂറോട്ടിപ്പിക്കൽ ബ്രെയിനിൽ ഒരു 5 വയസ്സ് വരെ നമ്മൾ എല്ലാവരും ഹൈപ്പർ ആക്റ്റീവ് ആണ്. വി ആർ ഓൾ ലൈക്ക് എക്സ്പ്ലോറിങ് ദ വേൾഡ്, മെറ്റീരിയൽസ്, അങ്ങനെ വെരി ക്യൂരിയസ്. അങ്ങനെ ഞാൻ എന്നെ തന്നെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്, ബിക്കോസ് ഐ യൂസ് ടു ഫീൽ ലൈക്ക് ഐ എം നോട്ട് ഗുഡ് ഇനഫ്. പക്ഷേ ഇപ്പോഴല്ലേ അറിയണത്. ഇപ്പം ഞാൻ ടയേർഡ് ആയി കഴിഞ്ഞാൽ ടാറ്റ ബൈ ബൈ, ഞാൻ ഉറങ്ങാൻ പോവാം, കുറച്ച് നേരം തൊട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങും. That is what getting a diagnosis does for you. ഈ ഡയഗ്നോസിസ് ഈ പ്രായത്തിൽ കിട്ടിയിട്ട് എന്ത് കാര്യമാണ്? ഇപ്പം ഞാൻ ചിലപ്പോൾ ഐ സേ ഞാൻ ഓട്ടിസ്റ്റ് ബിക്കോസ് ഐ എം ഓട്ടിസ്റ്റിക്, എനിക്ക് ഇങ്ങനെ ഒരു കാര്യം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഡോണ്ട് മേക്ക് എവറിത്തിങ് അബൌട്ട് യുവർ ഓട്ടിസം. എത്ര യുണീക്കായിട്ടുള്ള കുട്ടികളാണ് ഒന്നും അല്ലാണ്ടായി പോണേന്ന് അറിയോ ഒരു പ്രായമായി കഴിഞ്ഞാൽ. ബിക്കോസ് 95% ഓഫ് ദ ടൈം ദേ ടേൺ ഔട്ട് ടു ബി ഡൈവേർജൻറ്റ്. അപ്പോൾ അവരെല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യം, എനിക്കിത് കുറച്ച് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഐ കുഡ് ഹാവ് സേവ്ഡ് മൈസെൽഫ് സോ മച്ച് ട്രബിൾ. താങ്ക്ഫുള്ളി കുറച്ച് കോൺവെർസേഷൻ വരുന്നുണ്ട്, കുറച്ച് പേര് അതിനെപ്പറ്റി അറിഞ്ഞും പഠിച്ചും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ വി ഹാവ് എ ലോങ് വേ ടു ഗോ. എനിക്ക് ഓർമ്മ വന്ന അതാണ്, ഞാൻ UK ലായിരുന്നപ്പോൾ ഒരിക്കൽ ട്യൂബിലിരിക്കുമ്പോൾ അവിടെ there was ഒരു സേയിങ് ഉണ്ടായിരുന്നു ട്യൂബിൻ്റെ അകത്ത്, ലൈക്ക് be kind, not every disability is visible. There is something called പ്രൂണിങ്. പ്രൂണിങ് നമ്മൾ ചെടി പ്രൂൺ ചെയ്യാന്ന് പറയില്ലേ, ഇങ്ങനെ മറ്റേ വൃത്തിയാക്കി വെക്കുക. അതെ, അതിങ്ങനെ കട്ട് ചെയ്ത് എക്സ്ട്രാ ബ്രാഞ്ചസ് വരുമ്പോൾ അതിനെ കട്ട് ചെയ്ത് കളയാന്നുള്ളൊരു സാധനം. സോ ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐവ് സീൻ ഓൺ ദി ഇന്റർനെറ്റ്. ഞാൻ ഡോക്ടറായിട്ട് ഡബിൾ ചെക്ക് ചെയ്തിട്ടില്ല, പക്ഷെ ലോട്ട് ഓഫ് പീപ്പിൾ സ്പീക്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഈ വാട്ട് ഹാപ്പൻസ് ഇസ്, ഇപ്പം ഒരു ന്യൂറോട്ടിപ്പിക്കൽ ബ്രെയിനിൽ ഒരു 5 വയസ്സ് വരെ നമ്മൾ എല്ലാവരും ഹൈപ്പർ ആക്റ്റീവ് ആണ്. വി ആർ ഓൾ ലൈക്ക് എക്സ്പ്ലോറിങ് ദ വേൾഡ്, മെറ്റീരിയൽസ്, അങ്ങനെ വെരി ക്യൂരിയസ്. അങ്ങനെ ഒരു 5 വയസ്സ് കഴിയുമ്പോൾ ഇൻ ന്യൂറോട്ടിപ്പിക്കൽ ബ്രെയിൻ സംതിങ് കോൾഡ് പ്രൂണിങ് ഹാപ്പൻസ്. അപ്പോൾ ഈ എക്സ്ട്രാ ഫയർ ചെയ്യുന്ന ന്യൂറോൺസ് ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ടു പുട്ട് ഇറ്റ് ഇൻ വെരി സിമ്പിൾ ടേംസ് ആണ് ഞാൻ പറയുന്നത്. ദാറ്റ് എക്സ്ട്രാ ഫയറിംഗ് ഓഫ് ദ ന്യൂറോൺ സ്റ്റോപ്പ് after a certain age for neurotypical people. But for autistics and divergent people, our pruning doesn't happen. So our brains are on overdrive all the time. It is constantly processing a lot more information than, ഇപ്പോൾ ഒരു റൂമിൽ ഒരു ടിപ്പിക്കൽ ഡൈവേർജൻ്റ് ആയിട്ടുള്ള 2 ആൾക്കാരുണ്ടെങ്കിൽ ടിപ്പിക്കൽ ആൾ പ്രോസസ്സ് ചെയ്യണേക്കാളും ഒരുപാട് കാര്യങ്ങൾ ഡൈവേർജൻ്റ് ബ്രെയിനിൻ്റെ അകത്ത് ഇങ്ങനെ പ്രോസസ്സ് ആവുന്നുണ്ട്. ആൻഡ് ദി തിങ് ഈസ്, ഐ നോ ദാറ്റ് വാസ് വാട്ട് വാസ് happening to me. Appo ende constant exhaustion, what was that? It was not laziness. So I used to like push myself. I used to be like, no, you're just lazy, don't be lazy, enike do your things, like it's ഞാൻ എന്നെ തന്നെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്, ബിക്കോസ് ഐ യൂസ് ടു ഫീൽ ലൈക്ക് ഐ എം നോട്ട് ഗുഡ് ഇനഫ്. പക്ഷേ ഇപ്പോഴല്ലേ അറിയണത്. ഇപ്പം ഞാൻ ടയേർഡ് ആയി കഴിഞ്ഞാൽ ടാറ്റ ബൈ ബൈ, ഞാൻ ഉറങ്ങാൻ പോവാം, കുറച്ച് നേരം തൊട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങും. That is what getting a diagnosis does for you. That is what I was coming to. ഞാൻ ഒരു ഫ്രണ്ടിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ജോയിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ടാണ്. ഞാൻ പറഞ്ഞു I couldn't get it out of my head. And I said, ഇതുപോലൊരു അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഇത്രയും വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു ഡയഗ്നോസിസ് കിട്ടണം. അപ്പോൾ ആ സ്ത്രീ, ആൻഡ് ഐ സസ്പെക്ട് അവരുടെ പാർട്ട്ണറിന് ന്യൂറോ ഡൈവേർജൻ്റ് ആണെന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവർ എടുത്ത വായിക്ക് പറയണേ, ഈ ഡയഗ്നോസിസ് ഈ പ്രായത്തിൽ കിട്ടിയിട്ട് എന്ത് കാര്യമാണ്? അതായത് ഒരു 40s-ലോ 30s-ലോ ഡയഗ്നോസിസ് കിട്ടിയിട്ട് എന്ത് കാര്യമാണ് എന്നാണ് എടുത്ത വായിക്ക് അവർ ചോദിക്കുന്നത്. കാരണം പല ആൾക്കാരും അഡൾട്ട്ഹുഡിൽ ഈ ഡയഗ്നോസിസ് കൊണ്ട് എന്ത് ഗുണം എന്ന ചോദ്യം എപ്പോഴും വരുന്നുണ്ട്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഇറ്റ്? ഇറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ ഡു ഫോർ യുവർ സെൽഫ്. അതായത് നമ്മൾ ഇത് ഒരു കൾച്ചറൽ സാധനമാണ് ധന്യ. കാരണം നമ്മൾ ജീവിക്കുന്ന ദിസ് പാർട്ട് ഓഫ് ദ വേൾഡ്, സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ
ജനറലി ദർ ഇസ് എ ലോട്ട് ഓഫ് ടാബു അബൌട്ട് മെൻ്റൽ ഹെൽത്ത്. ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിട്ട് കാണുന്ന വലിയൊരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. ദർ എ ലോട്ട്, ഈവൻ ഇഫ് യു ആർ എഡ്യൂക്കേറ്റഡ്, ഈവൻ ഇഫ് യു ആർ വെൽ ഓഫ്, what I meant is like well off in terms of education, കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കുന്ന ലോകം കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു സൗത്ത് ഏഷ്യൻ കൾച്ചറിൽ സീയിങ് എ ഡോക്ടർ ഫോർ മെൻ്റൽ ഹെൽത്ത് എന്നുള്ളൊരു ഐഡിയ ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു സാധനമാണ് പലർക്കും. ആൻഡ് ദർ ഇസ് എ ലോട്ട്, പിന്നെ ഈ പറഞ്ഞ മാതിരി ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഇപ്പോൾ ഓട്ടിസം എന്ന് പറഞ്ഞാൽ, എന്നോട് വെൻ ദിസ് വീഡിയോ കെയിം ഔട്ട് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എൻ്റെ അടുത്ത് സംസാരിച്ചു. ആൻഡ് ഷീ സെഡ്, ഞാൻ കുറേ പേർക്ക് ഡയഗ്നോസിസ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ചിലവർക്ക് അവർ ഓട്ടിസ്റ്റിക്കാന്ന് പറയുമ്പോൾ നമ്മളെന്തോ അവരുടെ അടുത്ത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പറയാൻ പാടില്ലാത്തൊരു സാധനം, അവരുടെ ഈഗോ ഹേർട്ടാവും, അവർക്ക് പിന്നെ ലൈക്ക് ഹൗ ഡെയർ യു സേ ദാറ്റ് എന്ന് അവർ പറയും അങ്ങനെ. സോ ദർ ഈസ് നോട്ട് ഇനഫ് ഇൻഫർമേഷൻ, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എഡ്യൂക്കേഷൻ അബൌട്ട് ദിസ്. ആൻഡ് something that you have to understand is, even when I talk to friends and family about this, there are some people who say, but I say, you know, ഞാൻ autistic because I'm autistic, എനിക്ക് ഇങ്ങനെ ഒരു കാര്യം എന്നൊക്കെ പറയുമ്പോൾ they say, don't make everything about your autism, എല്ലാം ഓട്ടിസം കാരണം എന്ന് പറയണ്ടെന്ന് പറയും. പക്ഷെ ധന്യ, നമ്മുടെ മെയിൻ സാധനമല്ലേ ഇത്. ദിസ് ഈസ് വാട്ട് ഡ്രൈവ്സ് എവ്രിതിങ്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ എക്സ്പീരിയൻസസ്, നമ്മുടെ ഡിസിഷൻസ് എല്ലാം ഡ്രൈവ് ചെയ്യുന്നത് ഇതല്ലേ. സോ ഇഫ് യു ഫിഗർ ഔട്ട് ദറ്റ് ഇതിൻ്റെ പേഴ്സണാലിറ്റി എന്താണെന്ന് നമ്മളൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ദി amount of help that it can do, അത് whether you're 50, 60, it doesn't matter. അത് do it. It's so important to know. അപ്പം എന്താ വെച്ചാൽ, number one thing that came out of this is that for the first time എൻ്റെ ലൈഫിൽ, എനിക്ക് 38ാമത്തെ വയസ്സിലാണ് 37ാമത്തെ വയസ്സിലാണ് ഡയഗ്നോസിസ് കിട്ടിയത്. For the first time in 37 years എനിക്ക് എന്നോടൊരു സ്നേഹവും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു കമ്പാഷനും ഒക്കെ, ലൈക്ക് ഫോർ ദ ഫസ്റ്റ് ടൈം, ലൈക്ക് യു നോ, ലൈക്ക് I'm okay, there's nothing wrong with me, it's just my unique way of existing in this world. അത്രയേ ഉള്ളൂ. അതിനെ ഒരു മാരക രോഗമായിട്ടൊന്നും കാണേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അത് നമ്മൾ, ഇറ്റ് റിയലി gives you a lot of strength. Yeah. And I think everybody deserves to feel that way. നമ്മളിങ്ങനെ സഫർ ചെയ്ത് ജീവിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു നോ ourselves. ലോകം പറഞ്ഞിട്ടുള്ളതല്ല നമ്മൾ. നമുക്കൊരു സാധനം ഉണ്ട് നമ്മുടെ ഉള്ളിൽ. യു ഹാവ് ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ദാറ്റ്. അതിന് ദിസ് റിയലി ഹെൽപ്സ്. ആൻഡ് നമ്മളത് മനസ്സിലാക്കിയാലല്ലേ നമുക്ക് നമ്മുടെ ലൈഫ് മുന്നോട്ടുള്ള ജീവിതത്തിലും അത് യൂസ് ചെയ്ത് നമുക്ക് ആ ഇൻഫർമേഷൻ യൂസ് ചെയ്ത് അത് ഇത്തിരി പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റുള്ളൂ. ആബ്സല്യൂട്ട്ലി, ദാറ്റ് ഈസ് സോ ക്രൂഷ്യൽ. ആബ്സല്യൂട്ട്ലി. നമുക്ക് എന്താണ് പറ്റുന്നത്, നമുക്ക് എന്താണ് പറ്റാത്ത കാര്യങ്ങൾ, അതിനെയൊക്കെ ഓണർ ചെയ്ത് ജീവിക്കുക. ലൈഫ് ഒരിക്കലും ഈസി ആവില്ല. ലൈഫ് ഇസ് ഓൾവേസ് ഡിഫിക്കൾട്ട്. ഇറ്റ് വിൽ ഓൾവേസ് കീപ് ത്രൂയിങ് കർവ്ബോൾസ് അറ്റ് യു. അതിന്ന് യു വിൽ നെവർ ഗെറ്റ് എ ബ്രേക്ക്. പക്ഷേ it helps you, it really makes you stronger. അതാണ്, it gives you the sense that, you know, I can get through this, ഒരു സാധനം, ഒരു hope, faith. And ഈ പറഞ്ഞ മാതിരി, സോറി, I think ഞാൻ കട്ട് ഓഫ് ആയിപ്പോയി. മറന്നുപോയി. Just give me a high five on this and it is see, now we can you understand why this suddenly happens. Yes, on screen. അത് ഞാനും ഇപ്പോൾ I've started saying no to so many things that are not good for me. Maybe അതിന് വേറെ കുറേ repercussions ഉണ്ടാവും. ചിലപ്പോൾ ഫൈനാൻഷ്യലി might not be a good decision. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഒഫൻഡഡ് ആയിട്ടുണ്ടാവാം ആരെങ്കിലും ഒക്കെ. പക്ഷേ നമുക്ക് വേണ്ടി നമ്മളല്ലാണ്ട് വേറെ ആരെ ചെയ്യുക, നമ്മൾ വേണ്ടേ ചെയ്യാനായിട്ട്. ഇപ്പം ഈ ജോ പറയുന്ന കാര്യമില്ലേ, ജോ ഈ ഷെയർ ചെയ്യുന്ന കാര്യം, ഒരു പക്ഷേ വെൻ യു ഷെയർ ഇറ്റ് യു ഡോണ്ട് റിയലൈസ് വാട്ട് എ പ്രൊഫൗണ്ട് ഇമ്പാക്റ്റ് ഇറ്റ് ഹാസ് ടു എ പേഴ്സൺ ഹൂ ഇസ് സ്ട്രഗ്ലിംഗ് വിത്ത് ഇറ്റ്. ഇപ്പം നമ്മുടെ ഫഹദ്
എനിക്ക് ഫഹദിനെ എതിരായിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടിയിട്ടില്ല. പക്ഷെ ഫഹദ് ADHD കുറിച്ച് പറഞ്ഞപ്പോൾ ആ ADHDയുടെ മുകളിലുള്ള ഒരു 50 to 60% സ്റ്റിഗ്മയാണ് ഒറ്റയടിക്ക് മാറ്റിയത്. യുനോ, ആൻഡ് so it's the same thing here, Joe, when you're talking about autism and from a position of privilege that you have built for yourself, you know, with the difficulty that you have, and all credit to you. And when you say that, you're lifting the lid of the stigma and you're taking that stigma away for at least those people who want to talk about it. ഇവർക്ക് സംസാരിക്കാൻ പോലും ഇങ്ങനൊരു ഡിഫിക്കൽട്ടി ഉണ്ട് എന്ന് സംസാരിക്കാൻ പോലും സ്പേസ് ഇല്ലാത്തൊരിടത്താണ് ഇവരെല്ലാവരും ജീവിക്കുന്നത്. യു ടോക്കിംഗ് അബൌട്ട് ഓട്ടിസത്തിൻ്റെ ഒരു മെയിൻ എലമെൻറ്റ് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇസ് ഇമോഷണൽ ഡിസ്റെഗുലേഷൻ. അതായത് 0 to 100 പോവാൻ ഇറ്റ് ജസ്റ്റ് ടേക്സ് ലൈക്ക് എ സ്നാപ്പ് ആൻഡ് യു ഡോണ്ട് നോ വാട്ട്, എസ്പെഷ്യലി ഫോർ ദ പേഴ്സൺ ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ്, you don't know what has hit that person, that ഇത് ഇവിടെ നിന്ന് അവിടെ വരെ എങ്ങനെ എത്തി എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ടെൽ മീ അബൌട്ട് ഈ ഒരു ടേം ഉണ്ടല്ലോ, ഇമോഷണൽ ഡിസ്റെഗുലേഷൻ. അത് എത്ര ഡിഫിക്കൽട്ടാണ് ടു ലിവ് വിത്ത്? ഇറ്റ്സ് കോൺസ്റ്റന്റ്ലി ദെയർ. ഈ പറഞ്ഞ മാതിരി തിങ് ഈസ്, നമ്മളൊരു ഹൈ മാസ്കറായിട്ട് കുറേ നാൾ ജീവിക്കുകയും കൂടി ചെയ്യുമ്പോൾ നമ്മൾ കുറേ നമുക്കിങ്ങനെ പൊട്ടിത്തെറിക്കണം എന്ന് തോന്നണ അവസ്ഥകളും നമ്മളിങ്ങനെ കടിച്ച് പിടിച്ച് നിന്നിട്ടുള്ള സംഭവങ്ങളുണ്ട്. സോ all of this has an effect on your nervous system. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഫെറ്റീഗും അതിൻ്റെ ഒരു ഫിസിക്കലായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസും ഒക്കെ നമുക്ക് വന്ന് തുടങ്ങും. സോ now I'm at a phase where I am trying to just honor, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ഷുഡ്, ബിക്കോസ് ഞാൻ ഭയങ്കര നോൺ കോൺഫ്രണ്ടേഷണൽ, ഭയങ്കര ഇങ്ങനെ ആരെയും ഒഫെൻഡ് ചെയ്യരുത്, പീപ്പിൾ പ്ലീസ് ചെയ്ത് കുറേ നാൾ ജീവിച്ചിട്ട് ഇപ്പോൾ ഐ എം really trying to, like, if I feel something I should say it, if I feel something I should say it, if I feel something I should say it എന്നുള്ളൊരു എന്നെ തന്നെ ഞാനിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ coming to your question, all of my outbursts have happened either എൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കൊരു മുറിയുടെ ഉള്ളിൽ പോയി അടച്ചിരുന്നിട്ട് ഐ വിൽ ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ. അത്രേ ഉള്ളൂ. ഐ തിങ്ക് പ്രോബബ്ലി ശ്രീകാന്ത് ആൻഡ് ശിവം മോനും അതെ, പ്രോബബ്ലി എൻ്റെ ആ ഒരു കംപ്ലീറ്റ്ലി ഡിസ്റെഗുലേറ്റഡ് ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ കാണാനുള്ള ഭാഗ്യം അവർക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആൻഡ് ഓട്ടിസത്തിൽ സ്പ്ലിറ്റിംഗ് ഉണ്ടാവാറുണ്ടോ? ലൈക്ക് ആസ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ്? യെസ്, അത് ഭയങ്കര ഡിഫിക്കൾട്ടാണ്. ഞങ്ങളുടെ തിങ്കിങ് ഒക്കെ ഭയങ്കര ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇറ്റ്സ് ലൈക്ക് യു ആർ ഓൾവേസ് ക്വസ്റ്റനിങ്, യുനോ, ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതെന്താ അങ്ങനെ ചെയ്തത്, അങ്ങനെയുള്ളത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, പക്ഷെ അതെന്താ അങ്ങനെ. സോ ഇതിൻ്റെ ഏറ്റവും ഫണ്ണിയല്ല വിയേർഡ് കാര്യം എന്താ അറിയോ, ഇപ്പം നമ്മൾ ഈ മെഡിക്കലി നമ്മൾ സംസാരിക്കുമ്പോൾ ഓട്ടിസത്തിൻ്റെ ഒരു ട്രേറ്റ് എന്ന് പറയുന്നത്, അതായത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നാണല്ലോ ഇതിന് പറയുക. ഇതിൻ്റെ ഒരു ട്രേറ്റ് ആയിട്ട് പറയുന്നത് ഹെവി സെൻസ് ഓഫ് ജസ്റ്റിസ് ആണ്. So is heavy sense of justice a disorder? When did that become a disorder? Appo it is actually so biased towards the neurotypical understanding of what is normal, what is the grays. Exactly. അപ്പം എന്താ വെച്ചാൽ ഇത് ഉണ്ട്, ഈ ഒരു സാധനം ഡെഫിനറ്റ്ലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് ഉണ്ട്. നമുക്കൊരു ഐ കോൾ ഇറ്റ് പേഴ്സണലി, ഞാൻ അതിനെ വിളിക്കുന്നത് മൈ ഓട്ടിസ്റ്റിക് ഇച്ച് എന്നാണ്. ലൈക്ക് ഒരു സാധനം എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ ശ്രീകാന്തിൻ്റെ അടുത്താണെങ്കിലും ഞാനിങ്ങനെ അതെന്താണോ അങ്ങനെ, അത് അങ്ങനെയല്ലല്ലോ അത് വേണ്ടത്, ലൈക്ക് പ്ലീസ് ലെറ്റ് ഇറ്റ് ഗോ, ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ പറഞ്ഞാലും പറ്റില്ല. യുവർ തിങ്കിങ് യുവർ ഇങ്ങനെ അതിങ്ങനെ ഒരു ലൂപ്പിൽ ഇങ്ങനെ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആൻഡ് ഇറ്റ്സ് വെരി ഇൻറ്റൻസ്. പിന്നെ എന്താ വെച്ചാൽ you have to do the work, അത്രേ ഉള്ളൂ. അപ്പോൾ ബിക്കോസ് ഐ ഡു മെഡിറ്റേഷൻ ആൻഡ് ഇതും പിന്നെ ലൈഫ് കോച്ചിങ് ഒക്കെ കുറച്ച് പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഐ ട്രൈ ടു കോച്ച് മൈ സെൽഫ് ആൻഡ് സെന്റർ യുവർ സെൽഫ്. അതെ. ജോ, ദ കീ ഈസ് ഓക്കെ, ഇത്രയും വർഷത്തിന് ശേഷം യു റെക്കഗ്നൈസ്ഡ് ഇറ്റ്, ബട്ട് യു റിയലൈസ് ദാറ്റ് ഇതിന്
ഒരു കുട്ടിക്കാലത്ത് തന്നെ ഒരു തിരിച്ചറിവ് ഉണ്ടാവുക, either with parents or with the teachers, that ഈ കുഞ്ഞിന് ഈ ഡിഫിക്കൽട്ടീസ് ഉണ്ട്, ഇവിടെ ഒരു സ്ട്രഗിൾ എലമെൻ്റ് ഉണ്ട്. അതുണ്ടെങ്കിൽ അവരുടെ ലൈഫ് തന്നെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം, അറ്റ്ലീസ്റ്റ് ഈ പലതരത്തിലുള്ള പ്രഷേഴ്സും ആ നെഗറ്റീവ് ഫീഡ്ബാക്ക് ദാറ്റ് യു ഗിവ് ടു യുവർ സെൽഫ്, ഇതൊക്കെ അവോയ്ഡ് ചെയ്ത് കറക്റ്റ് എൻവയൺമെൻറ്റിൽ അവരെ വളർത്താൻ പറ്റും അല്ലേ? അത് ഞാൻ ആ ടോക്കിൽ അതാ പറഞ്ഞത്. അതായത് ഞങ്ങൾക്കും ആ പ്രിവിലേജ് കിട്ടിയില്ല. ആ പ്രിവിലേജ് കിട്ടാതെ ജീവിക്കുന്ന ഇപ്പം നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരുപാട് ആളുകളുണ്ട്. ബട്ട് ലെറ്റ്സ് ഡു ഇറ്റ് ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ, യുനോ. കാരണം എത്ര യുണീക്കായിട്ടുള്ള കുട്ടികളാണ് ഒന്നും അല്ലാണ്ടായി പോണേന്ന് അറിയോ ഒരു പ്രായമായി കഴിഞ്ഞാൽ. ബിക്കോസ് ജനറലി ദേസേ ഒരു ADHD ഉള്ള ഒരു കുട്ടി ഒരു 10 വയസ്സാവുമ്പോഴേക്കും ഒരു സാധാരണ കുട്ടി, അത് സാധാരണ ഞാൻ പറയില്ല, ഒരു ന്യൂറോടിപ്പിക്കൽ കുട്ടി കേൾക്കുന്നതിനേക്കാളും എത്രയോ മടങ്ങ് കൂടുതൽ നെഗറ്റീവ്, യു ആർ ലൈക്ക് ദിസ്, യു ആർ ലേറ്റ്, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, സിറ്റ് പ്രോപ്പർലി, ഈ സാധനം. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് കുട്ടികൾ പ്രത്യേകിച്ചും ഭയങ്കരമായിട്ട് അവരത് ഇൻറ്റേർണലൈസ് ചെയ്യും. പിന്നെ ഇറ്റ് ബിക്കംസ് എ പാർട്ട് ഓഫ് ദെയർ പേഴ്സണാലിറ്റി. അവർ വിശ്വസിക്കുന്ന അവർ അങ്ങനത്തെ ഒരാളാണെന്ന് വിശ്വസിച്ചിട്ടാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ ജീവിതം. അപ്പം ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇത് വളരെ കോമൺ ആണ്. ഇതൊരു ഡിസോർഡറോ ഇത് നമ്മുടെ ന്യൂറോടിപ്പിക്കലായിട്ടുള്ള കുറേ ആളുകൾ ഉണ്ടാക്കി വച്ചേക്കുന്ന സൊസൈറ്റൽ നോംസ് വെച്ച് നോക്കുമ്പോൾ അവരാണ് അത് ആ ഗ്രേഡ് ഉണ്ടാക്കി വെച്ചേക്കണേ. അപ്പോൾ അത് മീറ്റ് ചെയ്യാണ്ട് വരുമ്പോൾ ഡിസോർഡർ, അബ്നോർമൽ, ആ ഒരു ടാഗ്സ് വരുന്നത്, ലേബിളിങ് വരുന്നത് അവിടെയാണ്. പക്ഷെ ദ തിങ് ഈസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ADHD ഉള്ള കുട്ടി അല്ലെങ്കിൽ ഓട്ടിസം ആൻഡ് ADHD ഒരുമിച്ചുള്ളവർക്ക്, കുട്ടികൾ മാത്രമല്ല എവ്രി വൺ, വി ഡു സംതിങ് കോൾഡ് സ്റ്റിമ്മിങ്. അതായത് ചിലപ്പോൾ കൈ ഇങ്ങനെ ആക്കും. പലർക്കും പല രീതിയിലാണ് സ്റ്റിം ചെയ്യുക. ചിലർ കൈ ഇങ്ങനെ ആക്കും, ചിലർക്ക് ദേ നീഡ് ടു ഗെറ്റ് അപ്പ് ആൻഡ് ദേ നീഡ് ടു മൂവ് ദെയർ ബോഡി. ചിലർക്ക് ഓടണം ഇടയ്ക്ക്, ചിലർക്ക് നടക്കണം, ചിലർക്ക് ഇരിക്കണം, അങ്ങനെ പല തരത്തിലുള്ള സ്റ്റിമ്മിങ് ഉണ്ട്. ഈ സ്റ്റിമ്മിങ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ജസ്റ്റ് നെർവസ് സിസ്റ്റം റെഗുലേഷൻ ആണ്. അതായത് നമ്മുടെ ബോഡി ഡസ് ദീസ് തിങ്സ് ടു റെഗുലേറ്റ്, ആ സെൻസറി ഓവർലോഡ് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതാണ് ഈ സ്റ്റിമ്മിങ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു ക്ലാസ് റൂമിൽ ഒരു കുട്ടി ഇരുന്നിട്ട് ഇങ്ങനെ പഠിക്കേണ്ട സമയത്ത് ഈ പറഞ്ഞ മാതിരി കാലിട്ട് ഇളക്കുക അല്ലെങ്കിൽ എണീറ്റ് ഇങ്ങനെയൊക്കെ ചെയ്താൽ വഴക്ക് പറയില്ലേ, അവിടെ ഇരിക്കുക എന്ന് പറയും. അപ്പോൾ അവർക്ക് റെഗുലേറ്റ് ചെയ്യാനുള്ള സ്പേസാണ് അവിടെ പോകുന്നത്. സോ ദേ വിൽ സ്റ്റാർട്ട് ഇൻറ്റേർണലൈസിങ്. അവർക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നിടത്ത് റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ദേ ജസ്റ്റ് ബിക്കം മോർ ആൻഡ് മോർ അൺഹെൽതി ആ സ്പേസ് കിട്ടാണ്ടാവുമ്പോഴേ. അപ്പോൾ ഇത് ഇൻറ്റേർണലൈസ് ചെയ്ത് മാസ്ക് ചെയ്ത് അവസാനം ഇറ്റ് വിൽ ഓൾ ജസ്റ്റ് ലീഡ് ടു ലൈക്ക് എ ബേൺ ഔട്ട് ഓർ വല്ല ഡിപ്രഷൻ, ആങ്സൈറ്റി. അത് പറഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് എൻ്റെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഡോക്ടർക്ക് കുറേ ക്ലയൻസ് ഉണ്ട്. എല്ലാവരും ഈ ഭയങ്കര ഹൈലി സക്സസ്ഫുൾ CEOs, MDs, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ആർട്ടിസ്റ്റ്, ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ അവരെല്ലാവരും ഡോക്ടറെ അടുത്ത് വരുന്നത് ഞാൻ ഡിപ്രസ്ഡ് ആണ്, എനിക്ക് ആങ്സൈറ്റി ഉണ്ട്, എനിക്ക് ഈ അഡിക്ഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. And 95% of the time they turn out to be divergent. അപ്പോൾ അവരെല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യം, എനിക്കിത് കുറച്ച് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ I could have saved myself so much trouble. എനിക്ക് എന്നെ പറ്റിയിട്ടുള്ള ആ ഒരു നെറേറ്റീവ് എന്തോരം എനിക്ക് മാറ്റാൻ പറ്റിയേനെ. ഇതെന്താ വെച്ചാൽ ഈ ജഡ്ജ്മെൻറ്റ് കേട്ട് യു എൻഡ് അപ്പ് ബിലീവിങ് ദറ്റ് യു ഡോണ്ട് ബിലോങ്. ഞാൻ ഭയങ്കര ഔട്ട് ഓഫ് പ്ലേസ് ആണ്, ഞാനിവിടെ ബിലോങ് ചെയ്യുന്നില്ല, ഞാൻ എന്താ ഇങ്ങനെ, ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതേ. അപ്പം അവർ കരിയറിൽ ഭയങ്കര സക്സസ്ഫുൾ ആയിരിക്കും, ഭയങ്കര കുറേ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഡീപ്പ് ഇൻസൈഡ് ദേ ആർ മിസറബിൾ. നമ്മൾ ഈ ഇൻറ്റേർണലൈസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്ത് ട്രിഗർ വരുമ്പോഴാണ് പുറത്തേക്ക് വരാന്ന് നമുക്ക് വി ഹാവ് നോ കൺട്രോൾ ഓവർ ദാറ്റ്. അപ്പൊ എന്താ വെച്ചാൽ ചിലപ്പോൾ ആ നടന്ന സംഭവത്തിന് അത്രയും റിയാക്ഷന്റെ ആവശ്യമില്ലായിരിക്കും. പക്ഷേ ഇറ്റ് ഈസ് ദിസ് ഇയേഴ്സ് ഓഫ് മാസ്കിങ് ആൻഡ് സപ്രസിങ്. നമ്മുടെ നെർവസ് സിസ്റ്റം ആ പരുവത്തിലായിരിക്കണതേ. സോ ഒരു ബോംബ് പൊട്ടണ ഒരു അവസ്ഥയാണ്. പക്ഷെ അത് കാണുന്ന ആൾക്ക് തോന്നും ഇപ്പൊ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ചെയ്തത് എന്നൊരു ചോദ്യം
വരും, യുനോ. സോ ദാറ്റ് ഇസ് ദ തിങ്. അപ്പം കുഞ്ഞിലേ തൊട്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് ഇതിനാവശ്യമുള്ള കാര്യങ്ങൾ സ്കൂൾ സിസ്റ്റത്തിൽ ഒരേപോലെ തന്നെ എല്ലാ കുട്ടികളും പഠിക്കണം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ നോൺസെൻസ് ശരിക്കും. അത് വി ഷുഡ് ചേഞ്ച് ദാറ്റ്. അത് മാറ്റണം. there has to be ways കുറച്ചും കൂടെ ഒന്ന് ബ്രെയിൻ സ്റ്റോമിംഗ് ഒക്കെ ചെയ്ത്, യുനോ, there has to be കുറച്ചും കൂടി ഇതുപോലെ ഡൈവേർജൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടെ എക്സ്പ്രസ് ചെയ്യാനുള്ള സ്പേസ്. ബിക്കോസ് ധന്യ, ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഡൈവേർജൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ് ഏറ്റവും ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് ചിന്തിക്കുന്നവർ. ദേ കം വിത്ത് ഇൻക്രെഡിബിൾ ഐഡിയാസ് ഉള്ളവരാണ്, ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ളവരാണ്, ആരും ചിന്തിക്കാത്ത രീതിയിൽ ചിന്തിക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ്. എനിക്കിപ്പോൾ ഇഫ് ഐ ക്യാൻ ടെൽ യു, ഞാൻ ചെറുതിലായിരുന്നപ്പം ഐ വാസ് കോൺസ്റ്റൻ്റ്ലി ഡേ ഡ്രീമിങ്. അപ്പം ഈ ഡേ ഡ്രീമിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിവിഡാണ്. ഐ കുഡ് സീ എൻ്റെ കൺമുമ്പിൽ ഞാനിങ്ങനെ പറക്കുന്നു, അതിൻ്റെ ക്ലൗഡ്സിൽ കൂടെ പറക്കുന്നു, വേറെ പ്ലാനറ്റിൽ ചെന്ന് ഇറങ്ങുന്നു. സോ ഇതൊക്കെ ദ വേ ഐ യൂസ് ടു സീ ഇറ്റ്, ഞാൻ പറയാം, അതൊക്കെ ഭയങ്കര വിവിഡ് കളേഴ്സും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്. സോ ദർ ഈസ് എ ലോട്ട് ഓഫ് ബ്യൂട്ടി in this mind, you know. കെയോസിൻ്റെ കൂടെ തന്നെ there is a lot of beauty. അപ്പോൾ ഈ കുട്ടികളുടെ മനസ്സിൽ നിന്ന് ആ ബ്യൂട്ടി ചകഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ചെയ്യേണ്ടത്, യുനോ. ദാറ്റ്സ് ദ തിങ്. അപ്പം അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ദാറ്റ് അടുത്ത ജനറേഷന് വേണ്ടി, ആൻഡ് താങ്ക്ഫുള്ളി കുറച്ച് കോൺവെർസേഷൻ വരുന്നുണ്ട്, കുറച്ച് പേര് അതിനെപ്പറ്റി അറിഞ്ഞും പഠിച്ചും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ we have a long way to go. And I think considering the fact that ഈ കുട്ടികളുടെ കൂടെ ഏറ്റവും അധികം once they reach the schooling age, ടീച്ചേഴ്സ് ആണ് ഏറ്റവും കൂടുതലുള്ള. And I think there needs to be a lot of work that needs to be done. Oh, absolutely. To spread awareness among the teachers and the parents, of course, but teachers also. കാരണം ലെവൽ 2, ലെവൽ 3 ഓട്ടിസം ഈ പറഞ്ഞ മാതിരി നമുക്ക് വിസിബിളായിട്ട് ഒബ്വിയസ് ആയിട്ടുള്ള ഡിഫറൻസസ്, ഡിഫിക്കൽട്ടീസ് ഉള്ള ആളുകൾക്ക് പിന്നെയും ഐ ഫീൽ കുറച്ചും കൂടെ ദർ ആർ പ്രോഗ്രാംസ് ടു ഹെൽപ്പ് ദെം. ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ഉണ്ട് പല സ്കൂളിലും, അവരുടെ ആവശ്യങ്ങളെല്ലാം. ഇപ്പം ഞാൻ പറഞ്ഞ ഈ ലെവൽ 1 ഓട്ടിസം അത് ഭയങ്കര ഇൻവിസിബിൾ ആണ്. സോ വെൻ യു ടെൽ സംബഡി എനിക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ, നോ യു ഡോണ്ട് ലുക്ക് ലൈക്ക് ദാറ്റ്, അതാണ് കണ്ടാൽ തോന്നില്ലല്ലോ എന്നാണ് ഫസ്റ്റ്. അതായത് എനിക്ക് ഓർമ്മ വന്ന അതാണ്, ഞാൻ UK യിലായിരുന്നപ്പോൾ ഒരിക്കൽ ട്യൂബിലിരിക്കുമ്പോൾ അവിടെ ഒരു സേയിങ് ഉണ്ടായിരുന്നു ട്യൂബിൻ്റെ അകത്ത്, ലൈക്ക് യുനോ, ബി കൈൻഡ്, നോട്ട് എവറി ഡിസേബിലിറ്റി ഈസ് വിസിബിൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഇറ്റ് റിയലി സ്റ്റിക്സ് വിത്ത് മീ ഇപ്പോഴും. പക്ഷേ അവിടെയൊക്കെ കുറച്ചും കൂടി ഇതിനെപ്പറ്റി അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, കുറേയും കൂടി ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യാനും. ദർ ആർ എ ലോട്ട് ഓഫ് ലേറ്റ് ഡയഗ്നോസ്ഡ് അഡൾട്ട്സ്, ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇവിടെ ഈ കൾച്ചറൽ ടാബു ആൻഡ് സ്റ്റിഗ്മ റിയലി ആഡ്സ് ടു ദ ലാക്ക് ഓഫ്. ടെഡ് ടോക്ക് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ വെറുതെ യൂട്യൂബും ബാക്കിയുള്ള സോഷ്യൽ മീഡിയ കാണുമ്പോഴും ഞാൻ കാണുന്ന വീഡിയോസിൻ്റെ തംബ്നെയിൽസ് എന്നെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. യുനോ, ഇത് എത്ര റോങ്ലി മിസ്റെപ്രസെൻറ്റ്. ആൻഡ് ദാറ്റ് ഈസ് വൈ ഞാൻ എത്രയും പെട്ടെന്ന് നമുക്കിത് ചെയ്യണം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തിയതും. കാരണം വളരെയധികം മിസ്റെപ്രസെൻറ്റഡ് ആയിട്ടാണ് വാട്ട് യു സെഡ് ആൻഡ് ബൈ മീഡിയ. ഇപ്പം മീഡിയ തന്നെ ഈ ഒരു കാര്യത്തെ അതിൻ്റെ ഡെപ്തിലും അതിൻ്റെ സെൻസിറ്റിവിറ്റിയോടെ അത് പ്രസൻറ്റ് ചെയ്തില്ലെങ്കിൽ അവരത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആണ്. നമ്മൾ സ്റ്റിഗ്മ കൂട്ടുകയാണ്. എനിക്കത് എൻ്റെ ധന്യ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ രോഗം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയൊക്കെയോ എഴുതി കൂട്ടി. അതായത് ബേസിക് തിങ്, നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്, എല്ലാവർക്കും ഗൂഗിൾ ആക്സസ് ഉണ്ട്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഗൂഗിൾ തുറന്നിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ ഒരു ടേം ഹൈ മാസ്കിംഗ് ഓട്ടിസം അടിച്ചു നോക്കി എന്തോരം ഇൻഫർമേഷൻ കിട്ടും. അല്ലെങ്കിൽ എൻ്റെ നമ്പർ കിട്ടാൻ എന്താ ബുദ്ധിമുട്ട് മീഡിയയ്ക്ക്? നമ്പർ വെച്ച് എന്നെ ഒന്ന് വിളിക്കുക, ആസ്ക് മീ വാട്ട് ഇറ്റ് ഇസ് ദാറ്റ് ഐ സ്പോക്ക് അബൌട്ട്. പലരും ഈ ടോക്കും കണ്ടിട്ടില്ല, പല റിപ്പോർട്ട്സിൽ ഈ ടോക്കിൻ്റെ ലിങ്കും കൊടുത്തിട്ടില്ല. ഇതിങ്ങനെ ഭയങ്കര ഡ്രാമറ്റൈസ് ചെയ്ത് ജീവിതം സഹിക്ക വയ്യാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡ്രാമയായിട്ട് ഭയങ്കര മോശമായിട്ട് എഴുതിയിട്ടുള്ള കുറേ. ഐ വാസ് ഷോക്ക്ഡ്. ഹൗ ഇസ് ഇറ്റ്?
അതായത് സോ മെനി പീപ്പിൾ, എത്ര ആൾക്കാരാണ് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള ന്യൂസ് ആൻഡ് ഇൻഫർമേഷൻ കിട്ടാനായിട്ട്. അപ്പോൾ ദ ലീസ്റ്റ് യു ക്യാൻ ഡു ഇസ് ഡു സം റീസേർച്ച്. ക്ലിക്ക് ബേറ്റ് മാത്രം പ്രയോറിറ്റൈസ് ചെയ്യാണ്ട് കുറച്ചൊന്ന് റീസേർച്ച് ചെയ്തിട്ട് ഇത് എന്താണ് സംഭവം എന്നുള്ളത് അറിയാൻ മേക്ക് എൻ എഫേർട്ട്. അല്ലേ, അതൊരു റെസ്പോൺസിബിലിറ്റി അല്ലേ ആസ് എ ജേർണലിസ്റ്റ്. അത് ഇത് കാണുന്ന ആളുടെ ഒരു മാനസികാവസ്ഥ ഒന്ന് നോക്കും. അവര് ഇതിനെക്കുറിച്ച് ഇവർക്ക് അറിയില്ല. ഓൾറെഡി അത് പോർട്രേ ചെയ്യുന്ന നെഗറ്റീവ് വേർഡ്സും ഇമേജറിയും യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡപ്പ് ചെയ്യുമ്പോൾ ആ വിഷയത്തെക്കുറിച്ചുള്ള അവയർനെസ് കൂട്ടുന്നതിന് പകരം വളരെ പുഷ് ബാക്ക് ചെയ്യുകയാണ്. Exactly. So that is even more damaging. അതെ, exactly. And that is what I have an issue with personally. അത് ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ, എനിക്ക് ആസ് എൻ ഓട്ടിസ്റ്റിക് പേഴ്സൺ ഐ ഓൾവേസ് ഫീൽ മിസ്അണ്ടർസ്റ്റുഡ്. എനിക്ക് കമ്മ്യൂണിക്കേറ്റ്, ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് ഈ ടെഡെക്സ് ടോക്കൊക്കെ ശ്രദ്ധിച്ചറിയാം, ഞാൻ ഇങ്ങനെ പതുക്കെയാണ് അതെല്ലാം പറയണത്. ബിക്കോസ് ഐ എം ജസ്റ്റ് മേക്കിംഗ് ഷുവർ ദാറ്റ് ഐ ഗെറ്റ് ത്രൂ, റൈറ്റ്. അപ്പം അതിൻ്റെ മീതെ ഞാൻ പറഞ്ഞത് മിസ്കോട്ട് ചെയ്ത് തോന്നിയ പോലെ ഇമാജിനേഷൻ യൂസ് ചെയ്ത് കഥ. ദേ അസ്യൂം ദാറ്റ് മൈ ഡോക്ടർ വാസ് എ മാൻ, ദേ അസ്യൂം ദാറ്റ് ഐ ഗോട്ട് മൈ ഡയഗ്നോസിസ് ഇൻ UK. ഇതൊന്നും ഞാൻ സ്പെസിഫിക് ആയിട്ട് ആ ടോക്കിൽ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ അസംഷൻസ് ആണ്. എന്നിട്ട് സോ ദാറ്റ് റിയലി ആഡഡ് ടു മൈ ആങ്സൈറ്റി. എനിക്ക് ഓൾറെഡി ആങ്സൈറ്റി കൂടുതലാണ്. അപ്പോൾ ഐ എം ലൈക്ക്, ഇതിങ്ങനെ വന്ന സോ മെനി പീപ്പിൾ ആർ ഗോയിങ് ടു മിസ്അണ്ടർസ്റ്റാൻഡ് മീ. പിന്നെ ഐ തോട്ട്, യു നോ വാട്ട്, നമുക്ക് എല്ലാത്തിനോടും റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. ഒന്നും ഇറ്റ്സ് നോട്ട് ഇൻ മൈ കൺട്രോൾ. അത് എനിക്ക് ഐ ഫെൽറ്റ് ലൈക്ക് എനിക്കത് പ്രോപ്പറായിട്ട് സംസാരിക്കാനുള്ള സ്പേസ് വരും. ആൻഡ് ഐ ഗോട്ട് യുവർ കോൾ. അതാണ്. അപ്പോൾ ലൈക്ക് ഇൻ ദ സെൻസ് ഐ റിയലി ടോൾഡ് മൈ സെൽഫ്, അത് നമ്മൾ അവരുടെ ലെവലിലേക്ക് പോയിട്ട് കാര്യമില്ല. ദർ വിൽ കം ഓപ്പർച്യൂണിറ്റീസ് വരും where I can clear out the Yeah, absolutely. And I remember watching it and I'm completely like, this is like, adane, like for any other person, നമ്മൾ ക്ലോസ്ലി ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഒരു ഡിഫിക്കൽട്ടിയിലൂടെ, ലൈക്ക് ഐ ടോൾഡ് ഏർലിയർ, ഇത്രയും ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടിയിലൂടെ പോകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാത്തൊരവസ്ഥയുണ്ടല്ലോ. ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടോ എന്ന്. ദാറ്റ് ഈസ് വാട്ട് കെയിം ടു മൈ ഹെഡ്. ആൻഡ് ആസ് ഐ കോൾഡ് യു, ബിക്കോസ് ഐ ഓൾസോ ഡോണ്ട് ഹാവ് ക്ലാരിറ്റി ഓൺ ദ സബ്ജക്റ്റ്. ഞാനും മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ. സോ that's what made me make that call, because I was moved myself. I didn't know what to do. That was an impulsive call actually, and thank God you came to the show and you shared what you did, because it is not easy, Jo, first of all to accept that okay, there is some difficulty that I have dealt with, and this difficulty is with me, and I have to live in this world which probably doesn't recognize the difference, and to live my rest of my life with it. Adu eluppalla Jo. And anyway, thank you, but I will not leave you without that card game. Oh yes. Okay, done. This is I Am Game, and this card is designed by my dear friend Vanessa. അപ്പോൾ വെനസ്സയുടെ നമുക്ക് ഒന്ന് കാർഡ് ഗെയിം ട്രൈ ചെയ്യാം. ഏതെങ്കിലും എടുത്താൽ മതിയോ? ഏതെങ്കിലും എടുത്താൽ. ഓക്കെ. I hope it's a funny one. What is it? What is going to happen? What is going to happen? പാട്ട് പാടാമോ? Oh, of course. ആണോ? ഇംഗ്ലീഷ് പാടാമോ? പഠിക്കൂ. ഓക്കെ. What is going to happen? Lights will guide you home and ignite your bones, and I will try to fix you. കോൾപ്ലേയുടെ പാട്ടാണ്. ഞാൻ ഡയഗ്നോസിസ് കിട്ടിയപ്പോൾ റിപ്പീറ്റഡ്ലി കേട്ടിരുന്ന് കരഞ്ഞ പാട്ടാണ്. വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന് പറഞ്ഞപ്പോൾ ഐ ഫെൽറ്റ് lights will guide you home. May the lights guide everyone home. എന്താണ്? Not a single day. Not a single day. അയ്യോ, ഞാൻ ഈ പരിപാടിയിൽ വളരെ സ്ലോ ആണ് കേട്ടോ.
നോട്ട് കൺഫ്യൂഷൻ ആണ്, ഞാൻ എന്ത് പറയണം പാടണോ. നോട്ട് എ സിംഗിൾ പാടിക്കോളൂ if you feel like it. Not a single day goes by without നോട്ട് എ this. സിംഗിൾ ഡേ ഗോസ് ബൈ വിതൗട്ട് മൈ രാവിലത്തെ ചായ. ഇല്ലെങ്കിൽ ഐ എം ഔട്ട് കംപ്ലീറ്റ്ലി. ദിവസം ഇസ് സ്ക്രൂഡ് രാവിലത്തെ ചായ ഇല്ലെങ്കിൽ. അത് കറക്റ്റ് അളവില് ഐ നീഡ് ദ സെയിം കപ്പ്, ഐ നീഡ് ദ സെയിം അളവ് ഓഫ് പാല്, കടുപ്പം ഒക്കെ കൃത്യം. ഒരു തരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ then my day is gone. ആ കപ്പ് വേറൊരാൾ യൂസ് ചെയ്താലും എനിക്ക് ഭയങ്കര പ്രശ്നം. ഒരു ചുമന്ന നെസ്കഫയുടെ കപ്പുണ്ട്, അതെനിക്ക് മാത്രമാണ്. എനിക്ക് വേറെ ഒന്നിനും കുടിച്ചാൽ ആ ടേസ്റ്റ് കിട്ടില്ല. എനിക്ക് ആ പില്ലോ ഓർമ്മ വന്നു. സംതിങ് ലൈക്ക് ദാറ്റ്. അതെ. ഓക്കെ. ഓ, ഇത് രണ്ടെണ്ണം. It's okay. You can take two. One day yes, one day no. One day yes, one day no. Life. Maybe one day. Maybe one day. Maybe one day. Maybe one day we will all embrace our unique differences. Beautiful. Maybe one day you will meet your doppelganger, Angelina Jolie. ഇപ്പല്ലോ ഇപ്പൊ ഞാൻ തോന്നണു ഇപ്പൊ മറ്റേ 3-4 ആഞ്ചലിന ജോളി ഒരുമിച്ച് ഒട്ടിച്ച് വെച്ചാലൊക്കെ ചായ വരുള്ളൂ. Kick yourself to stay on track. Kick yourself to stay on track. Okay. Yeah. Last card. That ship has sailed. എൻ്റെ ഡയഗ്നോസിസ് കിട്ടുന്ന വരെയുള്ള ഞാൻ. That ship has sailed. True. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് It's a different version of you. It's the true version of me. That's so അതെൻ്റെ ട്രൂ വേർഷൻ ആയിരുന്നില്ല. layers ഒക്കെ has sailed. That's so beautiful. Okay. I am dash. I am doing the best I can. That's so beautiful. So as we wrap up, and I want to hear again, you get a gift hamper only if you sing Shivam's favorite song of yours. ശിവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്, അമ്മ പാടുന്ന പാട്ട്. ശിവന് ഞാൻ പാടുന്ന ഏറ്റവും ഇഷ്ടമുള്ള പാട്ടോ? അവന് ഞാൻ പാടുന്ന തന്നെ വലിയ താല്പര്യമില്ല. സത്യം പറഞ്ഞാൽ അവന് എന്റെ പാട്ട് അത്ര ഇഷ്ടമല്ല. ഐ തിങ്ക് ഹി ലൈക്സ് റഫ്താര. അവൻ അതിടയ്ക്ക് മൂടി നടക്കാറുണ്ട്. അതെ. ഞാൻ എന്റെ പാട്ടുകളെ പറ്റി ചോദിക്കുമ്പോ അവൻ പറയുന്ന വൺ ഓഫ് ദ ഫസ്റ്റ് സോങ്സ് റഫ്താരയാണ്. അതെ. പക്ഷെ അത് പാടണമെങ്കിൽ അവിടെ എത്തണം. That's okay. പാടാം. यहाँ मामूली नहीं कोई भी, इस धंधे में गलती भी है सही, दुनिया का है क्या जो कहती है कहे, इस चस्के की भी दवाई है नहीं, जी भर के अब जीले भी रे दीवारें गिरा दे रे, रोके ना कोई हमको यहाँ, सारी झंझट भुला दे रे, थोड़ी सी पिला दे रे, यूं ही घूमे झूमे ये जहाँ. ओ यारा रफ्तारा नाचे नाचे डंकारा बाजे बाजे धूम धड़ाके हाँ, दीवाने सारे रफ्तारा नाचे नाचे डंकारा बाजे बाजे के आके आगे आगे हाँ. ഇനിയും കുറെ ഇതുപോലത്തെ അടിപൊളി പാട്ടുകൾ ഉണ്ടാവട്ടെ for you. Really, I want to hear more of your music. Yeah. സ്വന്തം albums and otherwise with movies as well. Thank you. Yeah, and as promised, ഒരു gift hamper ഉണ്ട്. This is for my dear friend Joe. It's a product from Green and Beige. They have a few wonderful products, and we have some moisturizers and masks and all of that. Nice. Do try using them. Of course. Thank you so much. Thank you so much. Thank you for എനിക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇതിനെ പറ്റി സംസാരിക്കാനായിട്ട് തന്നതിന്. I cannot tell you how much I appreciate it. And then എനിക്ക് നമ്മുടെ ലോകത്ത് ഏറ്റവും ആവശ്യം ഇന്നത്തെ കാലത്ത്, ഞാൻ ഈ കോച്ചിങ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്,
നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനെ ജഡ്ജ്മെൻ്റ് ഇല്ലാതെ ബയസ്ഡ് അല്ലാതെ ഇരുന്ന് കേൾക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. ആൻഡ് യു ഡു ദാറ്റ് സോ ബ്യൂട്ടിഫുള്ളി. ഞാനിത് ഏത് ഷോ കണ്ടാലും ഐ എം ലൈക്ക് എന്തൊരു ഭംഗിയായിട്ട് യു എംബ്രേസ് ഹൂഎവർ ഇറ്റ് ഈസ് ദാറ്റ് കംസ് ഹിയർ. ആൻഡ് അങ്ങനെ ഒരു ആക്സെപ്റ്റൻസ് നമ്മുടെ ഈ ലോകത്തെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചിരുന്നെങ്കിൽ ജസ്റ്റ് ഇമാജിൻ ഈ ലോകം എന്ത് ബ്യൂട്ടിഫുൾ ആയെന്നോ. Thank you. Thank you for being who you are. We really appreciate you, and you must understand, Dhanya, ഒരുപാട് you're touching a lot of lives. അത് I must tell you that. Thank you. I love you And so ഇന്ന് much. പറഞ്ഞ കാര്യങ്ങൾ ജോ, ഐ റിയലി റിക്വസ്റ്റ് ഓൾ ഓഫ് യു, ഞാൻ എല്ലാ വ്യൂവേഴ്സിനോടും റിക്വസ്റ്റ് ചെയ്യാണ്, ഇത് ഒരു പേഴ്സണൽ സ്റ്റോറി, വളരെ പേഴ്സണൽ സ്പേസിൽ നിന്ന് വളരെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി ഷെയർ ചെയ്യുന്നത് ആർക്കും എളുപ്പമല്ല. ആൻഡ് ഇതിന് ഒരു ബെനിഫിറ്റേ ഉള്ളൂ. ഷീ പേഴ്സണലി വുഡ് നോട്ട് ഹാവ് എനി ബെനിഫിറ്റ് ഫ്രം ഇറ്റ്. ഫോർ ഹർ ഇറ്റ്സ് അബൌട്ട് സ്പ്രെഡിങ് അവെയർനെസ് സോ ദാറ്റ് ലോട്ട്സ് ഓഫ് അതർ പീപ്പിൾ ബെനിഫിറ്റ്. ആൻഡ് ഐ ഏർണസ്റ്റ്ലി റിക്വസ്റ്റ് യു വിത്ത് ദ ഒൺലി ഇൻറ്റൻഷൻ ദാറ്റ് അവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഉണ്ടാവുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. Thank you. Thank you. Love you.